നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിന്റെ വിഷമത്തിൽ ചോദിച്ചു പോയതാ. അതിന് ചേട്ടൻ ഇങ്ങനെ ചൂടാവേണ്ട കാര്യം എന്താ? അപ്പൊ എന്തോ കുഴപ്പമുണ്ടെന്നല്ല എന്റെ അർത്ഥം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഹരി? ഇതുവരെ ഒരു കുഴപ്പമില്ല. നിങ്ങളായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. ഇവനെന്താ പണി? എന്റെ പിന്നാലെ നടന്ന് എന്നെ നിരീക്ഷിക്കലോ? അതിനുവേണ്ടി ആരെങ്കിലും ഏർപ്പാട് ചെയ്താണ് അവനെ. ദേഷ്യപ്പെടല്ലേ വല്യേട്ടാ? നീ പോടി. നീ ആരാ പറയാ? കണ്ടോ, ഈ ദേഷ്യം കാണുമ്പോഴേ എല്ലാവർക്കും സംശയം. ആർക്കാടാ? എന്താ ഇപ്പൊ സംശയം? ഞാൻ എന്തോ കള്ളത്തരം ചെയ്തെന്നോ? ഹരി, ഇങ്ങനെ വഴക്കൂടാതെ ഭക്ഷണം കഴിക്കേ. എനിക്ക് വേണ്ട, ഇവര് കൊടുക്ക്. നിങ്ങളുടെ ചാനൽ നടക്കുന്ന ഇവര്. ഹരി, അത്താഴ പട്ടിണി കിടക്കരുത്. ഒരു നേരം കഴിച്ചില്ലെന്ന് വെച്ചാൽ ഞാനങ്ങ് ചത്തുപോകുന്നില്ല. വല്യേട്ടാ, കഴിച്ചിട്ട് പോ വല്യേട്ടാ. മോനെ, വല്യേട്ടാ, വല്യേട്ടാ വാതിൽ തുറക്ക്. വല്യേട്ടാ, ഹരി, വല്യേട്ടാ വാതിൽ തുറക്ക്. വല്യേട്ടാ, വാതിൽ തുറക്ക് വല്യേട്ടാ. മോനെ, ഹരി, വല്യേട്ടാ വാതിൽ തുറക്ക്. മോനെ ഹരി. വല്യേട്ടാ, ഇപ്പൊ സന്തോഷമായ നിനക്ക്? അവ അത്താഴം കഴിക്കാതെ പോയി കിടന്നപ്പോ സന്തോഷമായല്ലോ. അവന്റെ സ്വഭാവം ശരിക്കും മനസ്സിലായതല്ലേ? എന്നിട്ട് ഓരോന്ന് കുത്തി 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 ചോദിച്ചു. ഞാനൊന്നും പറയുന്നില്ല. അവൻ എവിടെ എന്തിനു പോയെന്നൊക്കെ നീ വിസ്തരിക്കുന്നത് എന്തിനാ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത്. എന്റെ ചേട്ടൻ വഴിയോരത്ത് അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ കാര്യം എന്താണെന്ന് അന്വേഷിക്കണ്ട അച്ഛമ്മേ. ഞാൻ അവിടെ വെച്ച് ചോദിച്ചതാ. അപ്പൊ ചേട്ടൻ ഭയങ്കര അസ്വസ്ഥനായിരുന്നു. ഒരു മറുപടിയും തന്നില്ല. ആ മൂടൊക്കെ മാറിക്കാണെന്ന് കരുതിയിട്ടാ ഞാൻ ഇവിടെ വന്നപ്പോ ചോദിച്ചത്. അതിന് ചേട്ടനെ വിഷമാക്കി ഞാൻ മാപ്പ് ചോദിക്കാം. നീ അത് വിട്. ഇനിയിപ്പോ മാപ്പോ അതും ഒക്കെ ചോദിച്ച് പ്രശ്നം വലുതാക്കണ്ട. ചെല്ല് ചെല്ല്. നീ ഒന്ന് ചെന്ന് വിളിക്ക് ശേഖര. അച്ഛൻ വിളിച്ച വല്യേട്ടൻ വരും. അതെ അച്ഛാ, വിളിക്കേ. ഹരി, വാതിൽ തുറക്ക്. വന്നോല്ലാം കഴിക്ക്. ഹരി, അത്താഴ പട്ടിണി കിടക്കാൻ പാടില്ല. ഹരി, വാതിൽ തുറക്ക്. വന്ന് എന്തെങ്കിലും കഴിക്കേ. ഹരി, അവൻ തുറക്കുന്നില്ലമ്മേ. വന്ന് കഴിക്കും മോനെ. നിന്നോട് നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ജയന് നല്ല വിഷമമുണ്ട്. ഓ ഉണ്ടല്ലേ? എനിക്ക് വയറ് നിറയെ അത് മാത്രം മതി. ഇനി കൂടുതൽ എന്തെങ്കിലും കഴിച്ചാൽ ഛർദ്ദിച്ചു പോകും. ഇനി എന്നെ ആരും ശല്യം ചെയ്യരുത്. വല്യേട്ടാ, ആ പെണ്ണ് കാണൽ മുടങ്ങിയതിന് ശേഷം അവന്റെ ശുണ്ഠി നേരത്തേതിനേക്കാൾ 10 ഇരട്ടിയായി. അതെനിക്ക് മനസ്സിലായി. പക്ഷെ അവന് യോജിച്ചൊരു പെണ്ണിനെ വേറെ എവിടെയെങ്കിലും പോയി നോക്കിയാലോ? നിന്റെ പഴയ കൂട്ടുകാരൻ ശിവദാസന് ഒരു മകളുള്ളത് നിനക്കറിയില്ലേ? വാട്ടർ ക്യാൻ കടയിൽ ശിവദാസൻ. അത് തന്നെ. ഞാൻ കണ്ടു അവളെ. മിടുക്കിയ. അവളുടെ മുന്നിൽ നീ റേഷൻ കടയിൽ കണ്ട പെൺകുട്ടി ഒന്നും ആവില്ലെന്ന് എനിക്ക് ഉറപ്പാ. അതെ അച്ഛാ, ആദര ചേച്ചിയെ പോലെ നല്ലൊരു ചേച്ചി വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ വക്കീലുമായി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ ഇവിടെ വന്നു. ഞാൻ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. നല്ല കുട്ടിയാ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹരിക്ക് ചേർന്ന പെൺകുട്ടിയാ അവളെന്ന്. ഇപ്പൊ വല്യേട്ടൻ 3 പെൺകുട്ടികളിൽ ഒരാളെ തെരഞ്ഞെടുക്കണം. ഒന്ന് റേഷൻ കടയിൽ കണ്ട പെൺകുട്ടി, പിന്നെ ശോഭ ചെറിയമ്മ കണ്ടുവച്ച പെൺകുട്ടി, പിന്നെ ദേ ഇപ്പോ അച്ഛമ്മ നിശ്ചയിച്ച ആദര ചേച്ചി. വാസു, നീ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയത് എനിക്ക് നല്ല ആശ്വാസമായി. അല്ലെങ്കിലേ ഞാൻ എവിടെങ്കിലും വെള്ളം കൊടുക്കാൻ പോയ ആതിരെ എവിടെ പിടിച്ചിരുത്തണം. ഇപ്പൊ വാസുവിനെ ഏൽപ്പിച്ചു പോവാല്ലോ. വാസുങ്കളെ, നന്നായി വന്നത്. അച്ഛനിപ്പൊ സമാധാനായിട്ടുണ്ടോ? അതാ ഞാനിപ്പോ പറഞ്ഞോണ്ടിരുന്നത് മോളെ. ശരി അച്ഛാ, ഞാൻ ഈ അഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. മോളെ, ഞാൻ പോയാ പോരെ? അതൊക്കെ നമ്മൾ പലതവണ സംസാരിച്ച് കഴിഞ്ഞ കാര്യ. ഞാൻ ശരിയാക്കിയിട്ട് വരാം. ആതിര പോയാൽ നടക്കാത്തതായിട്ട് എന്താ ഉള്ളത്? മോളെ, നീ അവിടെ ചെന്ന് ആരോടും വഴക്കുണ്ടാക്കാതിരുന്ന. ആഹാ, വഴക്കൊന്നും ഉണ്ടാക്കില്ല. പറയേണ്ടത് പറയേണ്ടതുപോലെ പറയും. അത്ര തന്നെ. എന്തിനാ വേണ്ടാത്ത വയ്യാവേലിക്കൊക്കെ പോണേ? അങ്ങനെ കരുതുന്നത് കൊണ്ടാ പല ഉദ്യോഗസ്ഥന്മാരും പൊതുജനത്തിന്റെ തലേ കയറിയിരിക്കുന്നത്. ശരി, ഞാൻ പോയിട്ട് വരാം. ഓ ശരി. എത്ര പറഞ്ഞാലും കേക്കില്ല. അവക്ക് തന്നെ പോണം.
ഇപ്പൊ വരുന്ന ആലോചന എതിർത്താ ഈ ജന്മം നിനക്ക് കല്യാണം നടക്കില്ല. എന്താ ഒരു ഡീപ് തോട്ട്? അല്ല, ശാപം പോയില്ലെങ്കിലും ഈ ഏലസോളോട് കല്യാണം നടക്കും. ഇനി ആദ്യം വരുന്ന ആലോചന യാതൊരു കാരണവശാലും തട്ടിക്കളയില്ലെന്ന് ആ സന്യാസിനി പറഞ്ഞില്ലേ? ആ, ഏത് പെണ്ണിന്റെ ആലോചനയാണോ ആദ്യം വരാൻ പോകുന്ന ആലോചിച്ചത്. ഓഫീസിലിരുന്ന് ജോലി നോക്കേണ്ട സമയത്ത് കാണേണ്ട നല്ല സ്വപ്നം. എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന സൗന്ദര്യ ദേവത ആരായിരിക്കും അഭി? അത് എനിക്കും അറിയില്ല, നിനക്കും അറിയില്ല. പക്ഷേ പാതയോരത്തിരിക്കുന്ന ആ സന്യാസിനിക്കറിയാം. അതാ ദൈവത്തിന്റെ ഓരോ കളികളും. നമസ്കാരം സർ. ആ, എന്താ പേരിലൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. ആ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ആ, ഗുഡ് മോർണിംഗ്. ഞാനൊരു അഡ്രസ്സ് മാറ്റി കിട്ടാൻ വേണ്ടി വന്നതാ. ദേ അങ്ങോട്ട് ചെല്ലൂ. ശല്യക്കാരനോ? ഓഹോ, ഫ്രോഡോ? ദാ, നാളെ വരും. താങ്ക് യു സർ. അത് ശരി, അപ്പൊ നിങ്ങളാണല്ലേ ഇന്നലെ 1 മണി വരെ ഓഫീസിലേക്ക് വരാതിരുന്ന ആള്? കൊള്ളാം. ഞാൻ 1 മണിക്ക് വരും, 2 മണിക്ക് വരും, ചിലപ്പോ വരാതെ ഇരിക്കും. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? എന്റെ മേലധികാരിയോ? ജോലി ചെയ്യാതെ ഉഴപ്പി നടക്കുന്നവരെ ചോദ്യം ചെയ്യാനേ മേലധികാരി ആവണമെന്നൊന്നുമില്ല. ഒരു സാധാരണ പൊതുജനം മതി. കാരണം നിങ്ങളൊക്കെ പൊതുജന സേവകരാ. ഞങ്ങളെ പോലുള്ളവർക്ക് വേണ്ട സേവനം ചെയ്തു തരാൻ വേണ്ടിയാ സർക്കാർ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത്. അതും വാങ്ങി പോക്കറ്റിലിട്ട് നാളെ വാ മറ്റന്നാ വാ എന്നൊക്കെ വലയ്ക്കുന്നവരെ ഞങ്ങളും ചോദ്യം ചെയ്യും.